ഹലോ ഫ്രണ്ട്സ്, ഞാനൊരു സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോണത്. എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമുക്കത് ചെയ്യാം. ഞാൻ 2 കിലോൻ്റെ ചിക്കനാണ് എടുത്തുള്ളത്. അതിൽ മിളക്, മഞ്ഞൾ, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, വേപ്പിലയും കൂടി അരച്ച് 1 മണിക്കൂർ മുമ്പ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചുള്ളത്. ആദ്യം അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാം. നമ്മൾ അണ്ടിപ്പരിപ്പ് വറുത്തെടുത്തു. ഇനി അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ മുന്തിരി ഇടാൻ പോവാണ്. ബോൾ പരിവായി നമ്മൾ എടുക്കാം. അധികം ഇതായത് കരിഞ്ഞു പോവും. ഇനി നമുക്ക് സവാള മരിച്ചെടുക്കാം. ഞാൻ വെളിച്ചെണ്ണയിലാണ് ചിക്കൻ ഫ്രൈ ചെയ്യണത്. ഉള്ളി വാണ്ട സമയം കൊണ്ട് നമുക്ക് ചിക്കനും ഫ്രൈ ചെയ്തെടുക്കാം. 2 പാത്രത്തിൽ ഇട്ടിട്ട് അധികം ഫ്രൈ ആക്കണ്ട, ഒന്ന് വെന്ത് വരണം. അത്ര നമ്മൾ ചിക്കൻ വറുത്തെടുക്കണ്ടോ. കറിയാക്കി സെപ്പറേറ്റ് ഉണ്ടാക്കണ കാരണം കുറച്ച് ചെറിയ പീസസ് ആയിട്ടാണ് ചിക്കൻ ഫ്രൈ വെച്ചുള്ളത്. വേഗം കഴിയാനാണ് ഞാൻ 2 ഫ്രൈ പാൻ വെച്ചുള്ളത്. നമുക്ക് സവാള എടുക്കാറായി. ആ സമയത്ത് നമ്മൾ സൺഫ്ലവർ ഓയിലാണ്. ഞാൻ 1 സ്പൂൺ നെയ്യ് ഇതിൽ ചേർക്കുന്നുണ്ട്. ഇനി നമ്മളിത് കോരിയെടുക്കുകയാണ്. ചിക്കൻ ഞാൻ 2 പാത്രത്തിൽ മൂടി വെച്ചിട്ടാണ് വേവിക്കുന്നത്. ഉള്ളി നന്നായി വേവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കൂടുതൽ ഡ്രൈ ആക്കിയില്ലെങ്കിലും ചിക്കൻ വെന്തിരിക്കും. ഇനി നമുക്ക് ചിക്കനിലേക്കുള്ള മസാല ഉണ്ടാക്കാം. അതിന് നമ്മൾ ആ ഉള്ളി വാട്ടിയ എണ്ണയിൽ കൂടെ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു. എന്നിട്ട് നമ്മൾ സവാള ഇട്ടു. സവാള ഇട്ടിട്ട് 2 മിനിറ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കണം. 2 മിനിറ്റ് ഒന്ന് നന്നായി ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം. അത് 1 മിനിറ്റ് ഒന്ന് വഴറ്റട്ടെ. സവാള കുറച്ച് വാടി. അപ്പം നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുന്നു. ആ സമയത്ത് തന്നെ നമുക്ക് ചിക്കൻ മറിച്ചിടാറായി. ചിക്കൻ മൂടി വെച്ച കാരണം കൂടുതൽ ഡ്രൈ ആവണ്ട. നമ്മൾ വേവണ അത്ര ഫ്രൈ ചെയ്യുന്നുള്ളൂ. അത് ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുള്ളൂ. നമുക്കിതിൽ പച്ചമുളകും വേപ്പില ഇടാറായിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഫ്രൈ ആയി തുടങ്ങി. നമുക്ക് ചെറിയ പീസൊക്കെ ആദ്യം എടുക്കാം. ഉള്ളി സവാളയും പച്ചമുളകും വേപ്പിലയും വാടി കഴിഞ്ഞു. ജിഞ്ചർ ഗാർലിക് പേസ്റ്റും എല്ലാം വാടി കഴിഞ്ഞു. പിന്നെ ഞാൻ കുറച്ച് എണ്ണ ആദ്യം ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ചിക്കൻ വറുത്ത എണ്ണേന്ന് കുറച്ചും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലകൾ ഇടാം. ഇനി നമുക്ക് 2.5 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. പിന്നെ ചില്ലി ഫ്ലേക്സ് 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അതൊന്ന് 1 മിനിറ്റ് ചൂടായി. ഒന്ന് നന്നായിട്ട് എണ്ണയിൽ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി,
ഗരം മസാലപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, ഇത്രയും ഐറ്റംസ് ഇടാം. അതൊന്ന് ഒരു സെക്കൻഡ് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് തക്കാളി പേസ്റ്റ്, ഞാൻ 2 തക്കാളി പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. മസാല മൂത്തു. ഇനി നമുക്ക് ഇതിലേക്ക് 2 തക്കാളി പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്, അത് ചേർക്കാം. മസാലയ്ക്ക് വേണ്ട ഉപ്പ് ചേർക്കണം. കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഞാൻ വരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർക്കും. അതൊന്ന് വാടി എല്ലാ മസാലകളും ചേർന്നു, നെയ്യ് തെളിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ 1 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് നന്നായി തിളച്ചു. ഇനി നമുക്ക് ചിക്കൻ പീസസ് ഇട്ട് ശരിയാക്കാം. ഇനി ഒരു 5 മിനിറ്റ് ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സായി കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി റെഡിയായി. നമ്മൾ ചോറും കറിയും സെപ്പറേറ്റ് ആണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. കറിയൊക്കെ സെറ്റായി. നമ്മൾ 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് ഉപ്പും മുളകും എല്ലാം ബാലൻസ് ചെയ്യാൻ ഇടും. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ കറി ഓഫ് ചെയ്യാം. കറിയിലെ പണി കഴിഞ്ഞു. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കാം. റൈസ് തയ്യാറാക്കാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഇപ്പോൾ ഒഴിക്കുന്നുള്ളൂ. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതെല്ലാം ഒഴിക്കാം. ഈ സൺഫ്ലവർ ഓയിലിൽ ഞാൻ പട്ട, ജാതിക്ക, ജാതിപത്രിക, തക്കോലം, ഏലക്കായ, ഇത് 3 ഇട്ടിട്ട് ചൂടാക്കട്ടെ. ഞാൻ 1 കിലോ അരിയാണ് എടുത്തുള്ളത്. അതിൻ്റെ 1 കിലോ അരി 4.5 കപ്പ് വെള്ളമുണ്ട്. 4.5 കപ്പ് അരി ഉണ്ടാവും. അതിൻ്റെ ഇരട്ടി വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് വേണ്ട ഉപ്പ് ചേർത്ത് തിളപ്പിച്ചെടുക്കാം. ഉപ്പ് പാകത്തിന് ഇടണം. ഇതിലേക്ക് ഞാൻ 2 സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ അരി 1 മണിക്കൂർ കുതിർത്തി വെള്ളം വാർത്തി വെച്ചിട്ടുണ്ട്. അതിട്ട് ഒന്ന് ചെറുതായി 5 മിനിറ്റ് ഫ്രൈ ചെയ്തിട്ട് ആ വെള്ളം ഒന്ന് പോവാൻ വേണ്ടിയിട്ടാണ്. 5 മിനിറ്റ് മതി. ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് സാജീരകം ചേർക്കാം. സാജീരകം ചേർത്ത് കഴിഞ്ഞാൽ ഗരം മസാലപ്പൊടി ചേർക്കാം. ഒരു ടീസ്പൂണിൽ ഒരു ടേബിൾ സ്പൂൺ കഷ്ടി ചേർത്തുണ്ട്. ഇനി 1 കപ്പിന് 1.5 കപ്പ് വെള്ളമാണ് ചേർക്കേണ്ടത്. അത് ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം. വെള്ളത്തിൽ പാകത്തിന് ഉപ്പ് ചേർക്കുക. ആ വെള്ളം ചേർക്കാം. ഇനി ഇത് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി ബാക്കിയുള്ള മസാലകളൊക്കെ ഇതൊന്ന് തിളച്ച് വെള്ളവും അരിയും കൂടി സമസമ ആകുമ്പോഴാണ് ഇനി നമുക്ക് ബാക്കി ചേർക്കേണ്ടത്. വെള്ളമൊക്കെ ചേർക്കേണ്ടത്. നമ്മുടെ വെള്ളമൊക്കെ വറ്റി പാകമായി. ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിയില ചേർക്കാം. ഞാൻ 2 ക്യാരറ്റ് വേവിച്ച് വെച്ചിട്ടുണ്ട്, അത് ചേർക്കാം. പിന്നെ 1.5 ചെറുനാരങ്ങയുടെ നീരെടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഒലർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചേർക്കുന്നത്. ഇനി നമുക്ക് 2 സ്പൂൺ നെയ്യ് ടേസ്റ്റിന് ചേർക്കാം. നമുക്ക് 3 ഡ്രോപ്സ് പൈനാപ്പിൾ എസൻസ് ചേർക്കാം.
ഇനി നമുക്ക് ചേർക്കാനുള്ളത് അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതെല്ലാം നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ട്. സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഇതിൽ പകുതി ഞാനിതിൽ ചേർത്തു. ഇനി നമുക്ക് പാത്രത്തിലിട്ടിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ ബിരിയാണിയും ചിക്കനും റെഡിയായി. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. എന്നാലാണ് എൻ്റെ വീഡിയോസ് യഥാസമയം എല്ലാവർക്കും കിട്ടുകയുള്ളൂ. താങ്ക് യു.